ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് ഇവിടെ ഒരു അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു പച്ചമാങ്ങ ജ്യൂസ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ തൊടിയിൽ മാങ്ങ ഉണ്ട് കേട്ടോ, നല്ല മൂത്ത് നിൽക്കുന്നുണ്ട്. അതൊന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി അധികം പുളിപ്പില്ലാത്ത മാങ്ങ കേട്ടോ. അതും കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 4 മാങ്ങ, പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഒരു നാരങ്ങയുടെ 4ൽ 1 ഭാഗം, അത്രയും തന്നെ മതിയാകും നാരങ്ങ, അതും കൂടെ ആയിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 4 സ്പൂണ് പഞ്ചസാര, ഒരു മാങ്ങയ്ക്ക് 1 സ്പൂൺ പഞ്ചസാര, അത്ര തന്നെ മതിയാകും കേട്ടോ. നല്ല പുളി ഉണ്ടെങ്കിൽ മാത്രം ഒരു 1.5 സ്പൂണൊക്കെ പഞ്ചസാര ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ നല്ലതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാം. നല്ലപോലെ താഴ്ത്തി വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തോലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ചില മാങ്ങകൾ ഒരു ചവർപ്പ് ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ജ്യൂസും കൂടെ ഒരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് മാങ്ങ തോല് കളയുമ്പോൾ നല്ലതുപോലെ താഴ്ത്തിയിട്ട് വേണം തോല് കളയാനായിട്ട്. ഇതധികം പുളിയില്ലാത്ത മാങ്ങ കേട്ടോ, നാരുമില്ല, നല്ലൊരു ദശക്കട്ടിയുള്ള മാങ്ങയാണ്. ഇനി നമുക്കിതിനെ എല്ലാം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, എന്നാലാണ് നമ്മുടെ മാങ്ങ പീസൊക്കെ നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. നമുക്കിത് നല്ലപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സ്ലൈസാക്കി അതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ടും കൂടെ കൊണ്ടുവന്ന് തരാം കേട്ടോ. ഞാൻ എല്ലാം ഇപ്പോൾ ഇതുപോലെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകൾ കൂടെ ആക്കിയെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ നാരുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ അരയ്ക്കാം കേട്ടോ. മിക്സിയിലെ ജാറിലേക്ക് ഇനി പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു മാങ്ങയ്ക്ക് 1 തുണ്ട് പച്ചമുളക്, അത്ര തന്നെ മതിയാവും കേട്ടോ. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും അളവൊന്നും കൂടിപ്പോകരുത്, നമുക്ക് ജ്യൂസ് പിന്നെ കുടിക്കാൻ പറ്റില്ല, ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില, ഒരു ഗ്ലാസ്സിന് 2 കറിവേപ്പില, അത്ര തന്നെ മതിയാവും. നാരങ്ങയുടെ നീര്, ഒരു ഗ്ലാസ്സിന് ഒരു 2-3 തുള്ളി, അത്ര തന്നെ മതിയാകും. നാരങ്ങയുടെ നീരും അധികമാകരുത്, അങ്ങനെയാണെങ്കിൽ ജ്യൂസ് കുടിക്കാൻ പറ്റില്ല, ഭയങ്കര പുളിയും എരിവൊക്കെ ആയിരിക്കും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ പഞ്ചസാര അതുകൂടെ ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. ഇതന്നെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഐസ് വാട്ടർ കൂടെ ചേർത്തിട്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ലതുപോലെ അരിച്ചെടുക്കണം, അതിൻ്റെ പീസസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല നാച്ചുറലായിട്ട് നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയിട്ട് കാണാൻ, കുടിക്കാനും ഇതുപോലെ നല്ല ടേസ്റ്റായിട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രഷ് ഡ്രിങ്കാണ്. ഇതുപോലെ കുടിക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുടിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടി 2-3 ചെറിയ മാങ്ങയുടെ പീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. എപ്പോഴും മാംഗോ ജ്യൂസ് നല്ല തണുപ്പിച്ച് വേണ്ട കുടിക്കാൻ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.